ഫേസ്ബുക്ക് ആഡ്സ് ഉപയോഗിച്ചിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന എങ്ങനെ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടും കൃത്യമായ റിസൾട്ട് കിട്ടിയില്ലെങ്കിലോ? ഇന്നത്തെ വീഡിയോയിൽ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടാത്തതിനുള്ള കാരണങ്ങൾ നോക്കിയാലോ? ഐ ആം നന്ദകിഷോർ ഫ്രം ഓൺലൈൻ അക്കാഡമി. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഒന്നാമത്തെ റീസൺ ഓഡിയൻസ് ടാർഗറ്റിംഗ് കറക്റ്റ് അല്ല എങ്കിൽ. അതായത് ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ് ഇൻട്രസ്റ്റിൻ്റെ ബേസിസിലും ബിഹേവിയറിൻ്റെ ബേസിസിലൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കറക്റ്റ് യൂസേഴ്സിലാണ് എത്തുന്നതെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം ചില സമയങ്ങളിൽ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയാത്ത യൂസേഴ്സിലേക്കും ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് എത്താറുണ്ട്. പക്ഷേ അതുവഴി യൂസേഴ്സ് ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഇതിന് പകരം ഫേസ്ബുക്ക് ആഡ്സ് തരുന്ന ഒരു അൾട്ടർനേറ്റീവ് ടാർഗറ്റിംഗ് മെത്തേഡാണ് ലുക്ക് ലൈക്ക് ഓഡിയൻസ്. സപ്പോസ് നിങ്ങൾ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ പോലെ സിമിലർ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാം നിങ്ങളെ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ്സിനോട് അത്രത്തോളം ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. സോ അതുവഴി റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കാനായിട്ട് സാധിക്കും. അതേപോലെ കസ്റ്റം ഓഡിയൻസ് എന്നുള്ള ഓപ്ഷനിൽ കൂടെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഓൾറെഡി എൻഗേജ് ചെയ്തിട്ടുള്ള ഓഡിയൻസിലേക്കും നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ടാർഗറ്റ് ചെയ്യാം. ലുക്ക് ലൈക്ക് ഓഡിയൻസ് യൂസ് ചെയ്യുന്നതും കസ്റ്റം ഓഡിയൻസ് യൂസ് ചെയ്യുന്നതും നിങ്ങളുടെ കൺവേർഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്ത റീസൺ, ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ. നിങ്ങൾ പലരും ചെയ്യുന്നൊരു കാര്യമാണ് 100-120 രൂപയ്ക്കൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കൂടാനുള്ള ചാൻസ് ഇല്ല. കാരണം ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ ബഡ്ജറ്റ് കുറവാണ് കൊടുക്കുന്നതെങ്കിൽ ഫേസ്ബുക്കിന് നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കറക്റ്റ് പ്ലേസ്മെൻറ്റ് എവിടെ കൊടുക്കണമെന്നോ ഏതൊക്കെ ഓഡിയൻസിലേക്ക് എത്തിക്കണമെന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ടൈം എടുക്കും. അപ്പോൾ ഒപ്റ്റിമൈസ് ചെയ്ത് വരാനും അതേ കണക്ക് ടൈം എടുക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് നിങ്ങളെക്കാളും കൂടുതൽ ബഡ്ജറ്റ് ചിലവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് പെർഫോമൻസിനെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ റൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ബഡ്ജറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ ഒറ്റയടിക്ക് ബഡ്ജറ്റ് കൂട്ടാതിരിക്കുക. ഗ്രാജുവലി ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ. മൂന്നാമത്തെ പോയിന്റ് ഒരു ടിപ്പ് കൂടിയാണ്, ഡു എ റീമാർക്കറ്റിംഗ് ക്യാമ്പയിൻ. നിങ്ങൾ 2024 റീമാർക്കറ്റിംഗ് ക്യാമ്പയിൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് ട്രൈ ചെയ്യാനുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ട്. കാരണം റീമാർക്കറ്റിംഗ് വഴി നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് വളരെ എഫക്റ്റീവായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ബിസിനസ്സിൽ ഓൾറെഡി എൻഗേജ്ഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്കാണ് നമ്മൾ റീമാർക്കറ്റിംഗ് ചെയ്യുന്നത് വഴി അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതുവഴി നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് എത്തിക്കാനായിട്ട് തീർച്ചയായും സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ യൂസേഴ്സ് ആരെങ്കിലും ഇപ്പം കാർട്ടിൽ മാത്രം പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ട് വാങ്ങിക്കാതെ പോയി എന്ന് വിചാരിക്കുക. അവരിലേക്ക് നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ടാർഗറ്റ് ചെയ്താൽ ഇവൻച്വലി ആ യൂസർ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവർ നിങ്ങളുടെ ബിസിനസ്സിന്റെ പാർട്ട് ആവാനും ചാൻസ് ഉണ്ട്. അതേപോലെ നിങ്ങളൊരു സർവീസ് ബേസ്ഡ് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും റീമാർക്കറ്റിംഗ് കൺസിഡർ ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ് നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എൻക്വയറീസ് കൂട്ടാൻ റീമാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. അഡ്വർടൈസ്മെന്റ് റൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്ലയന്റ് ടെസ്റ്റിമോണിയൽസ് നിങ്ങളുടെ ബിസിനസ്സിനോടുള്ള അവരുടെ ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ പോയിന്റ്, നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് കോപ്പി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. Believe it or not, your advertisement copy is the most important factor. നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കോപ്പി ആയിരിക്കും യൂസേഴ്സ് ഏറ്റവും കൂടുതൽ കാണുന്നത്. കാരണം ആ അഡ്വർടൈസ്മെൻറ്റ് കോപ്പിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ അത് തന്നെയായിരിക്കും യൂസേഴ്സ് ട്രസ്റ്റ് ചെയ്യാനും പോകുന്നത്. നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കോപ്പി യുണീക്ക് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു ടൈമിൽ യൂസേഴ്സ് നിങ്ങളുടെ ആഡിൽ ക്ലിക്ക് ചെയ്യില്ല. സോ ക്രിയേറ്റ് യുണീക്ക് ആൻഡ് കമ്പല്ലിംഗ് ആഡ് കോപ്പീസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ ക്രിയേറ്റിംഗ് കമ്പല്ലിംഗ് ആഡ് കോപ്പീസ് ഇവൻച്വലി ബൂസ്റ്റ് യുവർ കൺവേർഷൻസ്. ഇനി കുറച്ച് ബോണസ് ടിപ്പുകളിലേക്ക് പോകാം. ഒന്നാമത്തെ ടിപ്പ്, നിങ്ങൾ ഇമേജ് ബേസ്ഡ് അഡ്വർടൈസ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ വീഡിയോ ആഡ്സിലേക്ക് ഉടനെ തന്നെ മാറുക. കാരണം അക്കോർഡിംഗ് ടു സ്റ്റഡി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് വീഡിയോ ബേസ്ഡ് അഡ്വർടൈസ്മെൻറ്റുകളാണ്. അതേപോലെ തന്നെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരുടെയും ഗോൾ എന്ന് പറയുന്നത് കുറേ ക്ലിക്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് പകരം കൺവേർഷൻസ് എയിം ചെയ്തിട്ട് നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് കോപ്പീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ്സുകൾ അറിയുന്നതിനായിട്ട് നിങ്ങൾ മെറ്റ ആഡ്സ് ലൈബ്രറി യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ മോർ റിലേറ്റഡ് കോണ്ടന്റ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.